ചേട്ടേ പോകാൻ ചേട്ടാ. ആ വരൂ. ബൈ ബൈ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ സർ, ഇന്റർവ്യൂവിന് വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി സർ. ഹലോ. ഓ ഗുഡ് മോർണിംഗ് മിസ് മേനോൻ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. കാര്യം എന്താണെന്ന് പറയൂ. മേ കം ഇൻ സർ? യെസ് കമ്മിങ്. ആ അത് ശരി. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. അത് ഞാൻ വേണ്ടത് ചെയ്യാം. ആ ഡോണ്ട് വറി. റൈറ്റ്. ഗോപിയേട്ടൻ. ഐ എം സോറി സർ. ഐ എം റിയലി സോറി സർ. ആ സരളേ, ഇത് എൻ്റെ പുതിയ സ്റ്റെനോയാണ്, മിസ് സുധ. അല്ല സർ, മിസ്സസ് സുധ മോഹൻ. ഓ ഐ സി. ഐ എം സോറി. സരളേ, ഇവരുടെ സീറ്റ് കാണിച്ചു കൊടുക്കൂ. Yes, Gopinath here. Oh. എന്താ ലത ഇത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഞാൻ ഒട്ടും വൈകിട്ടില്ല. പറഞ്ഞ സമയത്ത് തന്നെയാ വന്നത്. മോഹൻ നേരത്തെ വന്നത് എന്റെ കുറ്റാണോ? സമ്മതിച്ചു, കുറ്റം എന്റേത് തന്നെ. പക്ഷേ ഈ കുറ്റം ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നോ?
ലതേ, ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. അത് കൊള്ളാം. എങ്കിലേ ഇവിടെ തന്നെ ഒരു വീട് കെട്ടി സ്ഥിരതാമസം തുടങ്ങുന്നതാ നല്ലത്. ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കോർപ്പറേഷൻ സ്ഥലം തരില്ലല്ലോ. അയ്യോ സാറേ, വല്ലതും തരണേ. ഒന്നുമില്ല, പൊയ്ക്കോ. എവിടെ പോയാലും ഇയാളൊരു ശല്യമാണ്. ഒന്ന് സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്റെ കാല് കണ്ടോ? എനിക്കൊന്നും കാണണ്ട, താനൊന്ന് പോയാട്ടെ. സാറ് കാശൊന്നും തരണ്ട, ഒന്ന് നോക്കിയാ മതി, ഫ്രീ ആയിട്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് ബഹുജനം അറിയണമല്ലോ. എടോ, താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോയേക്കാം സാറേ, വല്ലതും തരണേ സാറേ, ഞൊണ്ടിയാണ് സാറേ. ഇതൊരു ശല്യമായല്ലോ. ശല്യം? 50 പൈസ. ഇങ്ങനെയാണ് ഞാൻ തെണ്ടി പോകത്തേ ഉള്ളൂ. ജൈസെ കോയിരേ സിന്ദഗി മേ ആയിരേ. വേണ്ട, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബുദ്ധിമുട്ടണ്ട, സ്വന്തം കാലിൽ നടക്കാൻ എനിക്ക് നല്ലപോലെ കഴിയും. പൊയ്ക്കോ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. സുധേ, എന്തോ? യെസ് സർ, യെസ് സർ. ഇരിക്കൂ. Messrs. William Kodak and Sons, Bombay 33. Dear sir, your letter dated 3/4/82. You may kindly be paid order at the earliest, so that we can apply the same. Sir, dictation. Oh, എവിടെയാ നിർത്തിയത്? We can apply the same. By the end of this month. Please avoid further delay. Your cooperation solicited. Solicited? ആ ഓർമ്മകൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ് സുധേ. ആ ഗ്രാമം, അതിന്റെ ഭംഗി. എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ നിന്നാലും പ്രസാദം കിട്ടുമല്ലോ. ദേവി തൊഴണ്ടേ? എന്നേ തൊഴുതു കഴിയും. കള്ളം. ഗോപിയുടെ ക്ഷേത്രത്തിൽ കയറിയില്ലല്ലോ.
എന്റെ ദേവിയെ തൊഴാൻ ക്ഷേത്രത്തിൽ കയറേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത്. ദേവി നേരെ മുന്നിൽ നിൽക്കുന്നല്ലോ. ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. തമാശയല്ല, ഹൃദയം നിറയെ നീയാണ്. മറ്റൊരു ദേവിക്കും ഇവിടെ ഇടമില്ല. ഈ അവസ്ഥയിൽ എന്നെ കണ്ടാൽ ദേവി എന്നോട് പിണങ്ങില്ലേ? അയ്യോ, ഈ ചേട്ടനെ കൊണ്ട് ഞാൻ കുഴങ്ങി. നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്ന ചേട്ടൻ എന്നെ സാക്ഷാൽ ദേവിയാക്കി കളയും. അച്ഛാ, ഞാൻ പോട്ടെ. ശരി മോളെ. എന്താ ചെല്ലപ്പ, ഇന്ന് ചൂണ്ടിടാൻ പോയില്ലേ? ഇപ്പൊ പോവും. ഞാൻ സുധയെ കാണാൻ നിന്നതാ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാൻ. പോട്ടെ. എന്താ അച്ഛാ ഇത്? ഇന്നും ഇങ്ങനെ കുടിച്ചോണ്ട് വന്നാലോ? അച്ഛനൊന്നും കുടിച്ചില്ല മോളെ, ഒരു ഗ്ലാസ് മാത്രം. അതും അച്ഛന്റെ വേദന മറക്കാൻ. നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ കുടിച്ചിരുന്നു മോളെ? വരൂ അച്ഛാ. സുധേ, സുധേ, നില്ല് നില്ല്. ദാ, ഞാൻ സുധയ്ക്ക് വേണ്ടി പിടിച്ചതാ. നല്ല മീനാ. എനിക്ക് വേണ്ട ചെല്ലപ്പ. കാശൊന്നും വേണ്ട, വെറുതെ. അതുകൊണ്ട് തന്നെയാ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ. എനിക്കറിയാം ചെല്ലപ്പ. ചെല്ലപ്പനൊരു കാര്യം ചെയ്യും. ഇത് വിറ്റ് കിട്ടുന്ന കാശ് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. ഒന്നും പോ ചേട്ടാ. പോകാൻ പറ്റുന്നില്ലല്ലോ. ഒഴിവുകാലം കഴിക്കാനാ ഞാനിവിടെ വന്നത്. പക്ഷേ ഈ ഗ്രാമത്തിന്റെ ഭംഗി കണ്ടപ്പോ 1-2 ആഴ്ച കൂടി ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നു. അപ്പോഴാണല്ലോ അവിചാരിതമായി ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത്. എന്തപകടം? ഇതാ ഈ അപകടം തന്നെ. എങ്കിൽ ഈ അപകടം ഒഴിവാക്കി തിരിച്ചു പോകരുതോ? സാധിക്കുന്നില്ലല്ലോ. അതല്ലേ ഈ അപകടത്തിന്റെ ഗതികേട്. അപ്പോ തിരിച്ചു പോകുന്നില്ല? തിരിച്ചു പോകും, പക്ഷെ തനിച്ചാകില്ല ഞാൻ പോകുന്നത്. പിന്നെ സുധയും കൊണ്ടേ ഞാൻ പോകും. സുധേ, സുധേ, സുധേ. അളിയൻ എന്ത് പറഞ്ഞാലും ശരി, സുധയെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമേ ഇല്ല. മരിക്കുന്നത് വരെ എനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം. അതിനുശേഷം അവളെ കൊണ്ടുപോയിക്കോ. അവിടെയാകുമ്പോ അവളുടെ അമ്മായി ഉണ്ടല്ലോ. പ്രായമായ പെൺകുട്ടികൾക്ക് അച്ഛൻ മാത്രം പോരാ. അതെനിക്കറിയാം. എങ്കിലും എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല.
എന്റെ കല്യാണി മരിച്ച ദുഃഖം പോലും ഞാൻ മറക്കുന്നത് എന്റെ മോളുള്ളതുകൊണ്ടാ. എനിക്കിവിടെ ഒരു കുറവുമില്ല അമ്മാവ. എന്റെ അച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങും വരുന്നില്ല. ഗോപേട്ടാ, എന്താ സുഖേ? ഒന്ന് കാണാൻ. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതില്ലേ? എനിക്ക് എപ്പോഴും കാണണം, കണ്ടുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, മതില് ഇടിഞ്ഞു വീഴും. ഇടിഞ്ഞു വീഴട്ടെ, എന്നാലും നിന്നെ ഞാൻ വിടൂല. ചെല്ലപ്പ, ആ മീനിങ് എടുക്ക്, കാശ് തരാം. എന്താ ചെല്ലപ്പൻ വല്ലാതെ? മീൻ തരുന്നില്ലേ? നിങ്ങളെടുക്ക്. എന്റെ പിറന്നാളാണ്. ഇതാ പായസം. ഇതാ നോക്കൂ, ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ എന്റെ പിറന്നാൾ സമ്മാനം. മനോഹരമായിരിക്കുന്നു. മരണം വരെ ഇത് ഞാൻ സൂക്ഷിക്കും. അപ്പൊ എന്നെയോ? പോ ചേട്ടാ. ഓഹോ, വെക്കേഷൻ ഈ ഗ്രാമം തിരഞ്ഞെടുത്തത് വെറുതെ അല്ല. കവിതയുണ്ടല്ലേ? ആ, ആരോഗ്യമുണ്ട്. എന്നിട്ട് എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഞാൻ ആരെയും കാണിക്കാറില്ല. എഴുതി കഴിഞ്ഞാൽ ഉടൻ വലിച്ചു കയറി ചവറ്റ കുട്ടിയിലിടും. എനിക്കിതിനെ അറിയാൻ സാധനം പോരാണെന്ന്.